10-15 വർഷം കൊണ്ടേ ഇതിന്റെ പുറകില. സിനിമയാണ് അണ്ണന്റെ ലക്ഷ്യം. ഇതുപോലെ എവിടുന്ന് കേട്ടതാ? ഇപ്പൊ കണ്ട ലാസ്റ്റ് സ്കിറ്റ് കണ്ടപ്പോ ഞങ്ങൾ എല്ലാ കുടുംബത്തോടുണ്ടായിരുന്നു, മക്കളും ഞാനും എല്ലാം. ഭയങ്കര ചിരിയായിരുന്നു. പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു ഇനി കടയിൽ തിരക്ക് കൂടും, അപ്പൊ കുറച്ചും കൂടി വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിനെക്കാട്ടി കൂടുതൽ അണ്ണന് കലയോടാണ് സ്നേഹം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരത്ത് നിന്ന് അടൂരേക്ക് പോകുന്ന വഴിയിൽ 26 എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഈ ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും ഒടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കട. അതായത് ഫ്ലവേഴ്സിലെ ഒരു പ്രോഗ്രാമുണ്ട്, ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത്. ഇതിലൂടെ ശ്രദ്ധേയരായ ഈ 3 പേരിൽ ഒരാളായ രാജേഷ് കൊട്ടാരത്തിൽ ഇപ്പോൾ ഒരു തട്ടുകട തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അവിടേക്ക് വന്നതാണ്, ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ ചേട്ടൻ്റെ വൈഫിനോട് ചോദിക്കാം. കാര്യം പുള്ളിക്കാരൻ സ്ഥലത്തില്ല, പുള്ളി എറണാകുളത്ത് ഷൂട്ടിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ചായക്കടയുടെയൊക്കെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ വൈഫ് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബജി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. ഇപ്പം പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞ് അത്യാവശ്യം ആളൊക്കെ വന്നു തുടങ്ങിയല്ലേ? അപ്പം ഈ നിൽക്കുന്നവരൊക്കെ ഈ പരിപാടി കണ്ടിട്ട് വന്നവരല്ലേ? എല്ലാവരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് കണ്ടിട്ട് വന്നതാ. രാവിലെ മുതലേ ഇവിടെ ഉണ്ടോ? എപ്പോഴാണ് ഇത്? ഒരു 6:45-7 മണിയാകുമ്പോൾ ഇനി വരും അല്ലേ? അപ്പം ഇപ്പം തൊട്ട് അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയല്ലേ? ചേച്ചി യഥാർത്ഥത്തിൽ ചേച്ചിയുടെ സ്ഥലം വരുന്നത് എവിടാ? ഞങ്ങളുടെ വീട് പെരിങ്ങനാണ്. എൻ്റെ വീട് അടൂർ പെരിങ്ങന. അതിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുക. ചേട്ടൻ്റെ വീട് കുണ്ടയത്ത്, പത്തനാപുരം കുണ്ടയത്താണ്. ചേച്ചി പുള്ളിക്കാരൻ നേരത്തെ യഥാർത്ഥത്തിൽ എന്തുമായിരുന്നു പരിപാടി? പുള്ളിക്കാരൻ്റെ അന്ന് നേരത്തെ ഓട്ടോ ഓടിക്കുമായിരുന്നു, ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ 10-15 വർഷം കൊണ്ടേ ഇതിന്റെ പുറകില. സിനിമയാണ് അണ്ണന്റെ ലക്ഷ്യം. സിനിമ സ്വപ്നം കണ്ട് നടക്കുക. ഇവര് 3 പേരും ഒരേപോലെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണല്ലേ? അപ്പം ഇതിനകത്തോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തുവായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സിലോട്ട്? ഫ്ലവേഴ്സില് അന്ന് ഇത്തിരി TV പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയതാ അങ്ങനെ ഫ്ലവേഴ്സില്. അവിടെ ചെന്നതിന് ശേഷമാണ് അണ്ണനെ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി. ഫ്ലവേഴ്സിൽ ചെന്ന പിന്നാണ്. അപ്പം ചേച്ചി നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേച്ചിക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ ഈ ചിരി വന്നിരുന്നു? അതോ ഈ കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ ആർത്തുല്ലസിച്ച് ചിരിച്ചു. അപ്പം ചേച്ചി ഇത് ഉണ്ടാക്കാനാണ് ചേച്ചിക്ക് ചിരി ഉണ്ടായോ? അതോ ഇപ്പൊ കണ്ട ലാസ്റ്റ് സ്കിറ്റ് കണ്ടപ്പോ ഞങ്ങൾ എല്ലാ കുടുംബത്തോടുണ്ടായിരുന്നു, മക്കളും ഞാനും എല്ലാം. ഭയങ്കര ചിരിയായിരുന്നു. ചിരി സഹിക്കാൻ വയ്യാതെ കിടന്ന് ചിരിച്ചായിരുന്നല്ലേ? ഇപ്പം പുള്ളി ഇപ്പം എവിടാണ്? ഇപ്പം എറണാകുളത്ത്. അണ്ണ എറണാകുളത്ത്. കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാരിപ്പള്ളിയിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇവിടുന്ന് പോയത്, എറണാകുളത്ത് പോയി. ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് അല്ലാതെ ചേട്ടൻ സ്റ്റേജ് പ്രോഗ്രാമിനോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് ഇതിനു മുമ്പ്? പോയിട്ടുണ്ട്. അണ്ണന് സ്വന്തമായിട്ട് ചെറിയൊരു സമിതിയൊക്കെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? ഞങ്ങളുടെ പത്തനാപുരത്ത് തന്നെയായിരുന്നു. കലാകേളി എന്ന് പറഞ്ഞ അങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് പിന്നെ ഒരെണ്ണം ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ്. അപ്പം പുതിയൊരു ഷോയായിരുന്നു പാരിപ്പള്ളി ഇന്നലെ. അതല്ലേ? അപ്പം ഈ രാജേഷ് ചേട്ടന്റെ ഇപ്പൊ ഒരു സമിതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കലാകേളി എന്നാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ചേട്ടന് ഇനി പ്രോഗ്രാമുകൾ ഈ പറയുന്ന ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. ചേട്ടന് പ്രോഗ്രാമൊക്കെ കൊടുക്കണം. കാര്യം നിങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം നല്ലപോലെ ചിരിച്ചതാണ്. അപ്പം ഇവർ നിങ്ങളുടെ നാട്ടിൽ വന്ന് ചിരിപ്പിക്കും. നമ്മൾ TV-യിലൂടെ കണ്ട അതേ പരിപാടി നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കലാകേളിയിലെ എല്ലാ മെമ്പർമാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. അതുപോലെ ചേച്ചി ഇനി ചേട്ടന് ഈ സിനിമയാണ് ലക്ഷ്യം അല്ലേ? അതാണ് സ്വപ്നം. സിനിമയിൽ എങ്ങനെങ്കിലും എത്തിപ്പെടണം. അതായത് കുടുംബത്തിനെക്കാട്ടി കൂടുതൽ അണ്ണന് കലയോടാണ് സ്നേഹം. അതായത് കുടുംബത്തെക്കാളും കലയെ സ്നേഹിക്കുന്ന ആളാ. ഇതേന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതേ ഉള്ളൂ, നല്ല രീതിയിൽ എത്തിപ്പെടണം, സിനിമയിൽ എത്തിപ്പെടണം എന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹം. അഭിനയിക്കണം ആഗ്രഹമല്ലേ? അപ്പൊ എത്ര മക്കളുണ്ട്? എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. ഒരാൾ 9ൽ പഠിക്കുന്നു, ഒരാൾ +1. ഒരാൾ 9ലും ഒരാൾ +2നും പഠിക്കുകയാണല്ലേ? +1. അപ്പം ഒരുപാട് ആളുകൾ ഈ ചായക്കടയിൽ എത്തട്ടെ. അപ്പം പത്തനാപുരത്ത് നിന്ന് അടൂരേക്ക് പോകുന്ന KP റോഡിൽ 26 എന്ന് പറയുന്ന സ്ഥലത്താണ്. 26 കുറച്ച് താഴോട്ട് മാറിയാണ് ഈ ഒരു കട വരുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്നവരെല്ലാം കയറണം. അതുപോലെ തന്നെ പറഞ്ഞ കലാകേളി പുതിയൊരു സമിതി ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടനെ വിളിച്ച് പ്രോഗ്രാം കൊടുക്കണം. നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള വകയുണ്ട്.
അപ്പം പത്തനാപുരത്ത് നിന്ന് ഇനി നമുക്ക് ഉടനെ തന്നെ അവർ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് അവരുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാം. കണ്ടായിരുന്നല്ലോ പ്രോഗ്രാം? നേരത്തെ ഇവിടെ വന്നായിരുന്നു ഈ ചായക്കടയിൽ ഞാൻ തന്നെ ഇവിടെ താമസിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോഴാണ്. സുജാത എൻ്റെ ഫ്രണ്ടാണ്. ആ ഞങ്ങൾ ഒത്തിരി നാളും കൂട്ടുകാരാണ്. അപ്പം ഞാൻ ഇതിലെ പോകുമ്പോൾ സുജാതയുടെ അടുത്തിറങ്ങി കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് പോകുന്നത്. പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു ഇനി കടയിൽ തിരക്ക് കൂടും, അപ്പൊ കുറച്ചും കൂടി വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എവിടുന്ന് കേട്ടതാ? ഏത് മാമനാ പറഞ്ഞത്? ഏത് മാമനാ പറഞ്ഞത്? പൊടിയും കൊച്ചോട്ടനാണോ ഇത് പറഞ്ഞത്? അതോ